അത് ചിലപ്പം ശരിയായിരിക്കാം, എനിക്കത് അറിഞ്ഞുകൂടാ. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അയാൾ അന്ന് ഇടതുപക്ഷ സഹയാത്രികനായി ഒരു പക്ഷേ പങ്കെടുത്തിട്ടുണ്ടാവാം. ഇന്ന് അയാൾ മാറുന്നു. വഴിയെ പോകുന്ന ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാമല്ലോ. ഞങ്ങൾക്ക് ആരെങ്കിലും വിലക്കാൻ പറ്റുമോ? ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് പറയാൻ ആർക്കാ പറ്റുക? പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ അദ്ദേഹം സജീവമായിരുന്നു? ഒരു ഘടകത്തിലും ഇപ്പോൾ സജീവമല്ല. ഒരു ഘടകത്തിലും ഇല്ല. അതുകൊണ്ട് പുറത്താക്കേണ്ട ആവശ്യമേ ഇല്ല. അകത്തില്ലല്ലോ, പിന്നെ എങ്ങനെ പുറത്താക്കുക? അകത്തുള്ള ആളിനെയല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ. ഈ സ്വാഭാവികമായും പാർട്ടി നിലപാട് ചാനലുകളിൽ പറയുകയൊക്കെ ചെയ്യുമ്പോൾ പാർട്ടിക്ക് സ്വാഭാവികമായി ഇടപെടാൻ കഴിയില്ല. ഇനി അങ്ങനെ പോവാൻ പാടില്ല എന്ന് പറയാൻ പാർട്ടി ലൈനുമായി ബന്ധപ്പെടാത്ത ചില ചർച്ചകൾ പങ്കെടുത്ത സന്ദർഭത്തിൽ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 1.5 വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, പാർട്ടി നിലപാടെടുത്ത് അറിയിച്ചിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി പങ്കെടുക്കാൻ പാടില്ല. ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കേണ്ടവരെ ചാനലുകാരെ നിശ്ചയിച്ച് അവർ വിളിക്കുകയാണ്, അവർ ക്ഷണിക്കുകയാണ്. AKG സെന്ററിൽ നിന്നും ചുമതലപ്പെട്ട സഹാക്കളുടെ പട്ടികയിൽ റജി ലൂക്കോസ് ഇല്ല. ഇന്നലെ വരെ കോൺഗ്രസ് ആയവർ നാളെ BJP എന്നായിരുന്നു, ഇന്ന് CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. അത് നേരെ തിരിച്ചിപ്പോൾ കോൺഗ്രസ് അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ വരെ CPM ആയിരുന്ന ഇന്ന് BJP എന്ന ലൈനിൽ അവർ CPM അല്ല റജി ലൂക്കോസ്. നിങ്ങളൊരു CPM അംഗം അല്ലെങ്കിൽ CPM-ന്റെ ഒരു പ്രമുഖനായ പ്രവർത്തകൻ BJP-യിൽ പോയിട്ടുണ്ടോ ഈ ജില്ലയിൽ നിന്ന്? CPM അംഗമല്ലാത്ത ഒരാൾ സ്വയം അവകാശപ്പെട്ട് പോകുന്നതല്ലേ ഉള്ളൂ. അതിന് പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്വം? അതുകൊണ്ട് തന്നെ പറഞ്ഞത് വഴിയാത്രക്കാരന് ഇതിലേം പോകാം, അത്രേ ഉള്ളൂ. വർഗീയതയ്ക്കെതിരെ, വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി CPM ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അയാൾ BJP-യിലേക്ക് പോയെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ആരാ? വർഗീയ കക്ഷി ആരാ? BJP ആണ്. അപ്പോൾ അയാൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? അയാളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എത്ര വികലമാണ് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണിത്. അതുകൊണ്ട് CPM-ന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രതികരണത്തിൻ്റെ കാര്യമില്ല. CPM-കാരനല്ല, അത്രേ ഉള്ളൂ. ഇയാൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട് നിയമസഭയിൽ. അതെങ്ങനെയാണ് വലവേശി? ഒരു ചോർച്ച ഉണ്ടാവില്ല, അത് 100% ഉറപ്പാണ്. എത്രയോ പേര് BJP-യിലേക്ക് പോയി. നമ്മുടെ ആന്റണിയുടെ മകൻ പോയിട്ട് എന്ത് ചോർച്ചയുണ്ടായി? BJP-യുടെ വോട്ട് കുറയാണ് ഉണ്ടായത്. നമ്മുടെ തൃശ്ശൂരിൽ നമ്മുടെ കരുണാകരൻ്റെ മകൾ BJP-യിലേക്ക് പോയി, എന്നിട്ട് വോട്ട് വർദ്ധിച്ചു. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇതെല്ലാം രാഷ്ട്രീയമായ ചില തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവമാണ്. പിന്നെ നിങ്ങൾ മാധ്യമക്കാർ അന്വേഷിക്കൂ എന്തുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നുള്ള കാര്യം. നിങ്ങളിൽ പലർക്കും അറിയാം. അത് ഞാനിവിടെ ഒരു പരസ്യമായിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ BJP-യിലേക്ക് ചേക്കേറാൻ ഇടയായ സാഹചര്യം എന്ത് എന്നത് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ